ചില സമയം ഇങ്ങനെ വടിവേലൊക്കെ ആയാൽ നമുക്ക് നമ്മുടെ ബ്യൂട്ടി, അതായത് നമ്മുടെ ഹെയറിനെ നല്ല കേളി ഹെയർ ആയിട്ട് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റൊട്ടീൻ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ കേളി ഹെയർ റൊട്ടീനാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഷാമ്പു ചെയ്യുക. അപ്പോൾ എൻ്റെ ഹെയർ നല്ല ഫ്രിസി ആയിട്ടുള്ള ഹെയറാണ്, അതുകൊണ്ട് തന്നെ ഡവിൻ്റെ ഷാമ്പുവാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറച്ചെടുക്കുക, എന്നിട്ട് നമ്മളെ സ്കാൽപ്പിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കഴുകി കൊടുക്കുക. ഒരിക്കലും നമ്മുടെ മുടിയുടെ തുമ്പിലേക്ക് നമ്മളിങ്ങനെ ഷാമ്പു കൊണ്ടൊന്ന് കഴുകരുത്, കാരണം ഭയങ്കര ഫ്രിസി ആയി പോകും. നമ്മൾ സ്കാൽപ്പ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴുകിയിട്ട് ബാക്കി എക്സസ് ആയിട്ട് പോകുന്ന ഷാമ്പു ഒക്കെ അതിനകത്തേക്ക് മുടീൻ്റെ തുമ്പിലേക്ക് വരുന്ന സമയത്ത് അതങ്ങ് കഴുകിപ്പോയിക്കോളും. അതിനുശേഷം നമ്മളിവിടെ കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത്. ഡവിൻ്റെ കണ്ടീഷണർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മുടി പാർട്ടീഷൻ ചെയ്യുക, എന്നിട്ട് ഓരോ ഭാഗമായിട്ട് സ്കാൽപ്പ് മുതൽ തുമ്പ് വരെ നന്നായിട്ട് നമ്മൾ ഓരോ മുടി ഇഴകളിലും തേച്ച് പിടിപ്പിക്കുക. റഫ്നെസ് ഇല്ലാതെ മുടി നല്ല സ്ലിപ്പറി ആയിരിക്കണം, എന്നാൽ മാത്രമേ മുടി ടാങ്കിൾസ് ഇല്ലാതെ നല്ല രീതിക്ക് നിൽക്കുള്ളൂ. അതുപോലെ തന്നെ കേൾസും ഡിഫൈനായിട്ട് നിൽക്കുകയുള്ളൂ. എല്ലാ മുടിയിഴകളിലും നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കണ്ടീഷണർ തേച്ചതിന് ശേഷം വെറും വെള്ളത്തിൽ കഴുകിക്കളയുക. അതിനുശേഷം മുടി ഒന്ന് ഉണങ്ങാൻ വെച്ചിട്ട് ബാക്കി പ്രോസസ്സ് തുടങ്ങാം. മുടിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് കേൾസിനെ ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു സ്പ്രേ ബോട്ടിൽ സാധാ വെള്ളം എടുക്കുക, എന്നിട്ട് മുടി ഒന്ന് നനച്ചു കൊടുക്കുക. ഉണങ്ങിയ ഡ്രൈ ആയിട്ടുള്ള മുടിയൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുക. എന്നിട്ട് ഈ വൈഡായിട്ടുള്ള ഇങ്ങനത്തെ ചീർപ്പ് വേണം എടുക്കാൻ. ഇങ്ങനെയുള്ള ചീർപ്പ് വെച്ചിട്ട് മുടീൻ്റെ തുമ്പ് തൊട്ട് മേലേക്ക് വരെ ചീകുക. ഇങ്ങനെ ചീകുമ്പോൾ നമ്മളെ മുടിയിൽ പൊട്ടലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല, മുടിക്ക് ഒരു തരത്തിലുള്ള ഡാമേജും ഉണ്ടാവില്ല. ഇനി നമുക്കൊരു ഹെയർ ക്രീം എടുക്കാം. ഹെയർ ക്രീം എന്ന് പറഞ്ഞാൽ ആസ്ട്രേൻ്റെ ഒരു ഹെയർ ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 100 ഗ്രാമിൻ്റെ ഈ ഒരു ബോട്ടിലിന് 200 സംതിങ് ആണ് വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് വെറും 100 രൂപയ്ക്ക് 100 ഗ്രാമിൻ്റെ നല്ലൊരു പാരച്യൂട്ടിൻ്റെ ഹെയർ ക്രീം യൂസ് ചെയ്യാം. അതും അടിപൊളിയാണ്. കുറച്ച് എടുത്താൽ തന്നെ നമ്മളെ ഹെയർ നല്ല മോയ്സ്ചേർഡ് ആയിട്ടിരിക്കും. കുറച്ചെടുക്കുക, എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. കയ്യിൽ തന്നെ വെച്ച് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് വേണമെങ്കിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടത് മുടിയിൽ നന്നായിട്ട് തന്നെ എന്താ പറയുക, പെനിട്രേറ്റ് ചെയ്യുക. നമ്മളുടെ ഹെയറിൻ്റെ ഓരോ സ്ട്രാങ്സിലും നന്നായി പെനിട്രേറ്റ് ചെയ്യുക. എന്നിട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, ചീകി കൊടുക്കുക. ഇനി നമുക്ക് കേൾ ഡിഫൈൻ ജെൽ ഉപയോഗിക്കാം. ഞാൻ സെറ്റ് യൂസ് ചെയ്യുന്നത്. അയ്യോ, ആണുങ്ങൾ യൂസ് ചെയ്യുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കേണ്ട, നമുക്കും യൂസ് ചെയ്യാം. ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. എനിക്കിതുവരെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. മറിച്ച് എനിക്ക് നല്ല ഡിഫൈൻ ആയിട്ടാണ് എൻ്റെ കേൾസ് ഇരുന്നിട്ടുള്ളത്. ഇതിന് 60 രൂപയാണ് ചെറിയൊരു ബോട്ടിലിന്. 1 മന്തൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ. കാരണം ആഴ്ചയിൽ 3 തവണ മാത്രം തല കഴുകിയാൽ മതി. നമ്മളെ കേൾസ് നല്ല ഡിഫൈനായിട്ട് 3 ദിവസം ഇരിക്കുകയും ചെയ്യും. സോ നമുക്ക് തുടങ്ങാം. അപ്പം ഞാൻ കുറച്ച് ജെല്ലെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്ത് അതൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുത്തിട്ട് നമ്മളുടെ ഹെയറിൽ നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓരോരോ സ്ട്രാങ്സിലും ഇത് പെനിട്രേറ്റ് ചെയ്യണം. ദെൻ നമ്മൾ നല്ലൊരു ചീർപ്പ്, വൈഡായിട്ടുള്ള ചീർപ്പ് വെച്ചിട്ട് ചീകി എടുക്കുക. ശേഷം ഈ ഒരു ഭാഗം ഫുൾ പാർട്ടീഷൻ ചെയ്തിട്ട് കേൾസിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഇതേപോലെ കുറച്ച് ഹെയറിൻ്റെ പാർട്സ് എടുക്കുക, എന്നിട്ടൊരു ക്രാബ് വെച്ചിട്ട് മേലോട്ടേക്ക് കുത്തി കൊടുക്കുക. എന്നിട്ട് ആ ചെറിയൊരു പോർഷൻ നമ്മൾ ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ ഹെയർ ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ചീകി കൊടുത്തിട്ട് ഓരോരോ സ്ട്രാങ്സ് എടുക്കുക. ചെറിയ സ്ട്രാങ്സ് എടുത്തിട്ട് ആ ഓരോ സ്ട്രാങ്സും ചീകി കൊടുക്കുക. ഇതേപോലെ വൈഡായിട്ടുള്ള ചെറുപ്പ് വെച്ചിട്ട് എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്നാക്കി കൊടുത്താൽ മതി. അപ്പം നമ്മളുടെ കേൾസ് നല്ല ഡിഫൈൻ ആയിട്ടിരിക്കും കേട്ടോ. പിന്നെ ഒരിക്കലും ചീവരുത്. ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും മുടി ചീവാൻ പാടില്ല. അപ്പോൾ ഇനി ഓരോരോ പാർട്സായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇത് നല്ല രസമാട്ടോ ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒരു തവണ ചെയ്താൽ മതി. ആഴ്ചയിൽ 3 ദിവസം ഇത് ഇതേപോലെ തന്നെ നിൽക്കുകയും ചെയ്യും. പക്ഷെ മുടി ചീകാൻ പാടില്ല കേട്ടോ. സ്ക്രഞ്ച് ചെയ്ത എല്ലാ കേൾസിനെയും ഒരു ക്രാബ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലിപ്പ് വെച്ചിട്ടോ ഒന്ന് സെക്യൂർ ചെയ്യും.
നെക്സ്റ്റ് ഹെയർ പാർട്ടീഷൻ ചെയ്തെടുക്കുക. എന്നിട്ട് അതും ഇതേപോലെ തന്നെ കേൾസിനെ സ്ക്രഞ്ച് ചെയ്തെടുക്കുക. ദാറ്റ്സ് ഇറ്റ്. ഫ്രണ്ടിലേക്ക് വരുന്ന ഈ മുടികളില്ലേ, ഒന്ന് ഡിഫൈനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിരലിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. അതിനുശേഷം എൻഡിലെത്തുമ്പം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് വിരലിൽ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. അപ്പം നല്ല രീതിക്ക് ഡിഫൈനായിട്ട് കേൾസ് വരും. ഈ കേൾസ് അതേ രീതിക്ക് തന്നെ കുറേ ദിവസം നിൽക്കും കേട്ടോ. ഒരു 3 ദിവസമൊക്കെ എന്തായാലും നിൽക്കും. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള മുടികൾ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ മുടി ഇരിക്കുക. പക്ഷേ ഇത് ഉണങ്ങിയിട്ടില്ല. ഉണങ്ങിയാൽ മാത്രമേ നല്ല ഭംഗിയായിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് ഡേ ആവണം. അപ്പം നെക്സ്റ്റ് ഡേയിൽ നമുക്ക് കാണാം. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേ നമ്മുടെ വടിവേലു, പോക്കിരിയിൽ വടിവേലുവിനെ പോലെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വെച്ചാലേ നമ്മളെ കേൾസ് നല്ല ഡിഫൈനായിട്ട് ഇരിക്കുകയുള്ളൂ. മറ്റേത് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് മുടിയെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കേൾസൊക്കെ നാശമായി പോവും. അപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ കേൾസ് ഉണ്ടാവുക ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. നല്ല ഭംഗിയിൽ, നല്ല എന്താ പറയുക, ഫ്രിസി അല്ലാതെ നല്ല ഭംഗിയായിട്ട് നമ്മളെ കേൾസ് ഇരിക്കും. ആൻഡ് ഇതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണേൽ മുടി കെട്ടാം കേട്ടോ. ഈ മുടി ഒരിക്കലും ചീകരുത്. ജസ്റ്റ് നമ്മൾ ഹെയർ ഇങ്ങനെ കൂടിക്കിടക്കുന്ന ഹെയർ ഒന്ന് ജസ്റ്റ് വിടിയിച്ച് കൊടുക്കുക. അതിനുശേഷം മുടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അഴിച്ചിട്ടിട്ടും പോവാം. എനിക്ക് അഴിച്ചിട്ട് പോകുന്നതിനോട് വലിയ താല്പര്യമില്ല. ഇഷ്ടമാണ്, പക്ഷേ ആ ഒരു സിറ്റുവേഷൻ അല്ല. ഓഫീസിലൊക്കെ പോകുമ്പോൾ മുടി കെട്ടിപ്പോകുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടി ഒരു കംഫർട്ടായിട്ട് തോന്നുക. അതുകൊണ്ട് തന്നെ ഞാൻ മുടി ക്രാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക, ഏതെങ്കിലും ഒരു ക്ലിപ്പ് വെച്ചിട്ടോ കുത്തിയിട്ടാണ് ഞാൻ പോവുക. അപ്പോൾ എൻ്റെ മുടി എങ്ങനെയുണ്ട് ഗൈസ്? ട്രസ്റ്റ് മീ, എനിക്ക് നല്ല ഇഷ്ടമാണ് ഇപ്പോൾ എൻ്റെ കേൾസ്. എനിക്ക് ആദ്യം ഇഷ്ടമല്ലായിരുന്നു കേട്ടോ ഇങ്ങനെ മുടി മര്യാദയ്ക്ക് നിൽക്കാത്തത് കൊണ്ടൊക്കെ. പക്ഷേ കേളി ഹെയർ റൊട്ടീൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ഹെയർ നല്ല ഡിഫൈനായിട്ടും നല്ല എന്താ പറയുക ഫ്രിസ് ഔട്ടായിട്ടും ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഹെയറിൽ നല്ല കോൺഫിഡൻസ് ആണ്. കേളി ഹെയർ റൊട്ടീൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ഹെയർ നല്ല ഭംഗിയായിട്ടും ഡിഫൈനായിട്ടും നിൽക്കുന്നുണ്ട്. നിങ്ങളെ ഹെയറും എൻ്റെ ഹെയർ പോലെ ഫ്രിസി ആയിട്ടുള്ള അൺഡിഫൈൻഡ് ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഇതേ റുട്ടീൻ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ മുടിയെ ലവ് ചെയ്യും. ബായ്.